എൻ്റെ പേര് നിഖിലാചലം അയ്യർ. ഞാനിവിടെ അങ്കമാലി നിവാസിയാണ്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പേ എനിക്കൊരു ചെറിയൊരു അപകടം പറ്റി. ആ അപകടത്തിൽ കാല് കുഴ നന്നായിട്ട് തെറ്റി. എനിക്കെന്തോ സീരിയസ് ആയിട്ട് എന്തോ ആയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാകുന്നതോ ഒട്ടും തന്നെ എണീറ്റ് നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതിയായിരുന്നു. അപ്പോൾ എന്തോ സീരിയസ് ആയിട്ട് എന്തോ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ ഇരിക്കുക അടുത്തുള്ള അപ്പോളോയിലേക്ക് ഞാൻ വന്നു. ഇവിടെ ഒരു 3-4 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ എൻ്റെ വീട്ടിൽ നിന്ന്. വന്ന് ഇവിടെ എനിക്ക് ഉള്ളിലത്തെ ഭയം കാരണം ഞാൻ പറഞ്ഞു സീനിയർ സർജനെ വേണം എനിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഡോക്ടർ അജയ് കുമാറിൻ്റെ പേര് സജസ്റ്റ് ചെയ്തു. ഇവിടെ വന്ന് ആ കണ്ട ഉടനെ തന്നെ എന്നെ പേഷ്യൻ്റ് എവാലുവേറ്റ് ചെയ്ത ഉടനെ തന്നെ പുള്ളിയുടെ ആ വളരെ എന്നെ ഇമ്പ്രസ് ചെയ്തു. എൻ്റെ ആ പാതി പേടി അതിൽ തന്നെ പോയി. പുള്ളിയുടെ ആ കോൺഫിഡൻസ്. ഓപ്പറേഷൻ ആയി ഇപ്പോൾ 5 ദിവസമേ ആയുള്ളൂ. സർജറി കഴിഞ്ഞു. മറ്റേ ACL ടയറായിരുന്നു, ഫുൾ ടയർ. പിന്നെ മിനിസ്കസ് ടയറും ഉണ്ടായിരുന്നു. രണ്ടും പോയി. രണ്ടും റിപ്പയർ ചെയ്യേണ്ടി വന്നു. 2 റിപ്പയർ ചെയ്തു. 3 ദിവസത്തിൽ വീട്ടിലേക്ക് പോയി. ഇപ്പം ഞാൻ ഇന്ന് നടക്കാൻ തന്നെയുള്ള ഒരു ശേഷിയോടുകൂടി തന്നെ ഇരിക്കുന്നത്. ഇപ്പോൾ ഓപ്പറേഷനായി വെറും 5 ദിവസമേ ആയിട്ടുള്ളൂ. പക്ഷെ എന്നിരുന്നാലും എനിക്ക് ആ നടക്കാനുള്ള കോൺഫിഡൻസ് വന്ന് പൂർണ്ണ ഒരു വെറുതെ ഒരു ചെറിയൊരു വീഴ്ചയിൽ നിന്ന് പുറത്തേക്ക് വന്ന പോലെയുള്ള ഒരു ഫീലിംഗ് ആയി. ഇപ്പോൾ അത്രത്തോളം എനിക്ക് ആ ഇമ്പ്രൂവ്മെൻറ്റ് മനസ്സിലാകുന്നുണ്ട്. കാലും എനിക്കും എൻ്റെ കോൺഫിഡൻസ് ലെവലും ഭയങ്കരമായി. പിന്നെ തീർച്ചയായിട്ടും ഡോക്ടർ അജയ് കുമാറിൻ്റെ പറയാതിരിക്കാൻ പറ്റില്ല. അത്രത്തോളം ഒരു എക്സ്പെർട്ടൈസ് പുള്ളിയുടെ ആ സംസാരത്തിലും പുള്ളിയുടെ ആ ഇതിലും ഉണ്ടായിരുന്നു. അതിൽ തന്നെ എനിക്കൊരു വളരെ ഒരു ആശ്വാസമേകുന്നതായിരുന്നു. ഹോസ്പിറ്റലാണെങ്കിലും ഹോസ്പിറ്റലിലെ ഇൻഫ്രാസ്ട്രക്ചർ, പേഷ്യൻസിനോടുള്ള പെരുമാറ്റം, ഇവിടുത്തെ നേഴ്സിംഗ് സിസ്റ്റം ഒരു സീംലെസ് ആണ്. നമ്മൾ പുറത്തിറങ്ങി വന്ന് വാദിക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ളതെല്ലാം ഓട്ടോമാറ്റിക് ഒരു ഇതുപോലെയാണ്. എല്ലാവരും അവരവരുടെ റോള് പെർഫെക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് നന്നായിരുന്നു, ഭംഗിയായിരുന്നു. ഇപ്പം എനിക്കും പൂർണ്ണ ഒരു ആരോഗ്യവാനായിട്ട് തോന്നുന്നു.